നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. പൊൻകുന്നത്ത് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ടൗണിലെയും ചേപ്പുംപാറയിലെയും 3 പെട്ടിക്കടകളിൽ മിന്നൽ പരിശോധന. 7 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. കടകൾ നീക്കം ചെയ്തു. വന്ദനം സ്കൂൾ തല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കോട്ടയം ജില്ലയിലും ലഹരി കേസുകൾ വർദ്ധിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. കുട്ടികളിലേക്ക് ലഹരി എത്തുന്ന വഴി തിരിച്ചറിയുക വെല്ലുവിളിയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പ് തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം. 20ാം മാതൃവേദിയുടെ മരിയൻ തീർത്ഥാടനം കാഞ്ഞിരപ്പള്ളിയെ വിശ്വാസ സാഗരമാണ്. അനുഗ്രഹമായി പരിശുദ്ധ അമ്മയുടെ 47 പ്രത്യക്ഷീകരണങ്ങൾ. വാർത്തകൾ വിശദമായി. ചിറക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊൻകുന്നം ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി എക്സൈസും പോലീസും ആരോഗ്യ വകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 3 പെട്ടിക്കടകളിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. ചിറക്കടവ് പഞ്ചായത്തിന്റെ പരിധിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വൻതോതിൽ നടക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എക്സൈസും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചാക്ക് കണക്കിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. പൊൻകുന്നം ടൗണിലും ചേപ്പുംപാറയിലുമുള്ള 3 പെട്ടിക്കടകളിൽ നിന്നും 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ലഹരി പദാർത്ഥങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. പഞ്ചായത്തിന്റെയോ മറ്റ് വകുപ്പുകളുടെയോ അനുമതിയില്ലാതെയായിരുന്നു പെട്ടിക്കടകളുടെ പ്രവർത്തനം. അനധികൃതമായി പ്രവർത്തിച്ച 3 കടകളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും നീക്കം ചെയ്തു. കടകളിലെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും കടകൾ നടത്തിയവർക്കെതിരെ കേസെടുക്കുന്നതിനുമൊപ്പം പിഴ ചുമത്തുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാറും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിനും അറിയിച്ചു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അനധികൃതമായി വിൽക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പൊൻകുന്നം ടൗണിലും ചേപ്പുംപാറയിലും ഒരു റെയ്ഡ് നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. ആ റെയ്ഡിൽ ഏതാണ്ട് 3ഓളം വരുന്ന അനധികൃത വ്യാപാരികളെ കയ്യോടെ പിടികൂടുകയും നിരോധിത പുകയില ഉൽപ്പന്നമായിട്ടുള്ള ഹാൻസ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന കടയും അതിൻ്റെ സംവിധാനങ്ങളുമെല്ലാം പഞ്ചായത്ത് പിടിച്ചെടുത്ത് ഇപ്പോൾ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കച്ചവടം നടത്തുന്ന തൊഴിലാളികളുടെ താമസ സ്ഥലത്തും പോലീസ് പരിശോധന നടത്തി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പഞ്ചായത്ത് അംഗങ്ങളായ KA എബ്രഹാം, അഭിലാഷ് S ബാബു, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ റെജി കൃഷ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലക്ഷ്മി, അഖിൽ S ശേഖർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാജി മാത്യു, നിയാസ് P ജബ്ബാർ, പോലീസ് ഉദ്യോഗസ്ഥരായ SI സുനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് R, നിഷാന്ത് KS, CPO സബീർ മുഹമ്മദ്, അനിൽ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം ജില്ലയിലും ലഹരി സംബന്ധമായ കേസുകൾ വർദ്ധിച്ചു വരികയാണ് എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. വന്ദനം സ്കൂൾ തല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ജില്ലാ തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ. കുട്ടികളിലേക്ക് ലഹരി എത്തുന്ന വഴികൾ തിരിച്ചറിയുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പറഞ്ഞു. ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട കടുത്തുരുത്തി സ്വദേശിനി ഡോക്ടർ വന്ദനാദാസിന്റെ പേരിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന പരിപാടിയാണ് വന്ദനം ലഹരിമുക്ത നവകേരളം. ഇതിന്റെ ഭാഗമായി സ്കൂൾ തല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും ജാഗ്രതാ സമിതി കോഓർഡിനേറ്റർമാർക്കുള്ള ഏകദിന ശില്പശാലയും കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരി കൈമാറ്റം സംബന്ധിച്ചുള്ള കേസുകളും ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള കുറ്റകൃത്യങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്ന് KV ബിന്ദു പറഞ്ഞു. കോട്ടയം ജില്ലയിലും ഇത്തരം കേസുകൾ നാൾക്കുനാൾ വൻതോതിൽ വർദ്ധിക്കുകയാണ്. ലഹരി ഉൽപാദനം കേരളത്തിലല്ലെങ്കിലും ഉപഭോഗം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂവെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇത് ഇവിടെയല്ല ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇത് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇത് വലിയൊരു ശൃംഖലയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കണം. അപ്പൊ ഈ വർഷത്തെ നമ്മുടെ ലഹരി ദിനത്തിൽ നമ്മുടെ മുദ്രാവാക്യം തന്നെ പ്രതിരോധിക്കുക തന്നെയാണ്. പ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിരോധ പ്രവർത്തനം എന്ന് പറയുന്നത്
പൊതുസമൂഹമാകെ ഒരുപോലെ നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. അതിപ്പം ഇവിടെ ഇപ്പോൾ സ്കൂളിലെ ആണ് നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്നെങ്കിലും ഈ സ്കൂളിലെ പ്രവർത്തനം എന്ന് പറയുന്നത് അധ്യാപകർ മാത്രം വിചാരിച്ചാൽ നമുക്കിതിനെ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. അധ്യാപകരും രക്ഷിതാക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകളും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാവരും ഒരേപോലെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കിതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും കണ്ടെത്താനും ജില്ലാ പഞ്ചായത്ത് പൂർണ്ണമായും സന്നദ്ധമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്നും അകറ്റി നിർത്തുന്നതിൽ രക്ഷിതാക്കളെ പോലെ തന്നെ അധ്യാപകർക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പറഞ്ഞു. ലഹരി കുട്ടികളിലേക്ക് എത്തുന്ന വഴികൾ കണ്ടെത്തുകയാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി. എത്തരത്തിലുള്ള ലഹരിയാണ് കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നതെന്നും കണ്ടെത്തി തടയേണ്ടതുണ്ട്. ഇതിനായി ജാഗ്രതാ സമിതികൾ ഏറ്റെടുക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണെന്നും കളക്ടർ ഓർമ്മപ്പെടുത്തി. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നതല്ല. അപ്പൊ അതിന് പ്രേരകമാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് കണ്ടെത്തലുകളാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക്. എനിക്ക് 100 ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. എങ്ങനെയാണ് ഇത് കടന്നു വരുന്ന വഴികൾ സമയമില്ലാത്തതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിങ്ങളുടെ റൊട്ടീനായ ജോലിക്ക് പുറമെ ഇതൊരു വലിയ രക്ഷാകരമായ ദൗത്യമാണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയും. എങ്കിൽ മാത്രമേ ആ അർത്ഥത്തിൽ മാത്രമേ നിങ്ങളോടുള്ള സഹപ്രവർത്തകരോട് ഇത് കാര്യമായി ഉപദേശിക്കാൻ പറ്റൂ. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PS പുഷ്പമണി, ഡോക്ടർ റോസമ്മ സോണി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ശില്പശാലയ്ക്ക് ഡോക്ടർ R ജയപ്രകാശ്, ദീപേഷ് AS എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പാചരണത്തോടനുബന്ധിച്ച് നടന്ന മരിയൻ തീർത്ഥാടനത്തിൽ വിശ്വാസികളുടെ പ്രവാഹം. രൂപതയിലെ 13 ഫെറോനകളുടെ പങ്കാളിത്തത്തോടെ നടന്ന മരിയൻ തീർത്ഥാടനം കാഞ്ഞിരപ്പള്ളി പട്ടണത്തെ വിശ്വാസത്തിലാഴ്ത്തി. സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പാചരണം ഭക്തിസാന്ദ്രമായി തുടരുന്നു. 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി രൂപതാ മാതൃവേദിയുടെ നേതൃത്വത്തിൽ മരിയൻ തീർത്ഥാടനവും മേരി നാമധാരികളുടെ സംഗമവും നടന്നു. 13 ഫെറോനകളുടെ പങ്കാളിത്തത്തിൽ 148 ഇടവകയിലെ അമ്മമാർ പങ്കെടുത്തു. സെന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിൽ നിന്നും പഴയ പള്ളിയിലേക്ക് നടത്തിയ ജപമാല റാലി കാഞ്ഞിരപ്പള്ളിയെ വിശ്വാസ സാഗരമാക്കി. ഫാമിലി അപ്പോസ്തലേറ്റ് മുൻ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് പട്ടയത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കത്തീഡ്രലിൽ നിന്നും പുത്തനങ്ങാടി വഴി നടന്ന ജപമാല അക്കരപ്പള്ളിയിലെത്തി. രൂപതയുടെ 47ാം വാർഷികത്തോടനുബന്ധിച്ച് 47 അമ്മമാർ പരിശുദ്ധ അമ്മയുടെ 47 പ്രത്യക്ഷീകരണങ്ങൾ അവതരിപ്പിച്ചു. വരും ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം ജപമാല പ്രദക്ഷിണം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മിറ്റിയുടെ അനുമതി നൽകിയത് കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിഞ്ഞെഴുതിനാലാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. പരിശോധനാ സമിതിയിൽ സ്വതന്ത്ര വിദഗ്ധരും വേണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയ കേന്ദ്ര ജല കമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് തെളിയിക്കുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയം. കേരളം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സമഗ്രമായ സുരക്ഷാ പരിശോധന. അണക്കെട്ടിന്റെ ഭരണഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി വരും. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും റോഷി അഗസ്റ്റിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളം നിരന്തരമായി ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു വിശദമായ അണക്കെട്ട് സുരക്ഷാ പരിശോധന.
ഇക്കാര്യത്തിൽ 12 മാസത്തിനകം ആ സുരക്ഷാ പരിശോധന പൂർത്തീകരിക്കാൻ ആവശ്യമായ തീരുമാനം ഇന്നത്തെ മീറ്റിങ്ങിൽ എടുക്കുകയുണ്ടായി. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതിയാകും പരിശോധന നടത്തുക. 2021 ഡാം സുരക്ഷാ നിയമപ്രകാരം ഇങ്ങനെയുള്ള പരിശോധന 2026 മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കമ്മിറ്റി ഈ തീരുമാനമെടുത്തത്. സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും ഒന്നിൽ സുരക്ഷിതത്വം കുറവുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദത്തിന് ബലം വർദ്ധിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഡാം സേഫ്റ്റി ആക്ട് വന്നപ്പോൾ 5 വർഷത്തിനകം 2026 വിദഗ്ധ പരിശോധന നടത്തിയാൽ മതി എന്നാണ് ആക്ടും പ്രകാരമുള്ള വ്യവസ്ഥ. അപ്പോൾ നമ്മുടെ വാദം എന്തായിരുന്നു? അതല്ല ശരി. 2011 ഒരു വിദഗ്ധ സമിതി പരിശോധന നടത്തിയത്. 2011 ശേഷം വർഷം ഇത്ര പിന്നിട്ടിരിക്കുന്നു. മാറി വന്ന കാലാവസ്ഥ, സാഹചര്യങ്ങൾ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ വരാൻ പോകുന്ന 5 വർഷം 26 എന്നുള്ളതല്ല, പരിശോധന നടത്തിയിട്ട് 2011 ശേഷം പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും മാറി വരുന്ന കാലാവസ്ഥയും നിരന്തരമായി ഉണ്ടാകുന്ന വിഷയങ്ങളുടെയും ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ഈ കാര്യത്തിൽ ഒരു ആക്ഷൻ ഉണ്ടാകണം എന്നുള്ള നമ്മുടെ ആവശ്യത്തോട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ യോജിച്ചു. അതാണ് ഇപ്പോൾ എടുത്ത തീരുമാനത്തിൻ്റെ പ്രസക്തമായ ഭാഗം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പഠനത്തോടൊപ്പം കുട്ടികളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓപ്പൺ ജിം ആരംഭിച്ചു. ജോസ് കെ മാണി MPയുടെ വികസന ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം MP നിർവഹിച്ചു. പഠനം മാത്രമല്ല, കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിന് വേണ്ട വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കോട്ടയം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ ശ്രദ്ധയിലും പുത്തൻ ചുവടുവയ്പ് നടത്തുന്നു. കുട്ടികളുടെ ആരോഗ്യം കായിക പരിശീലനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ ഓപ്പൺ ജിം ക്രമീകരിച്ചു. ജോസ് കെ മാണി MPയുടെ വികസന ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഓപ്പൺ ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി MP നിർവഹിച്ചു. പ്രിൻസിപ്പൽ ജോൺ മാത്യു, PTA പ്രസിഡന്റ് തുളസി മണപ്പുറത്ത്, ഹെഡ്മാസ്റ്റർ ഡാനിഷ് P. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കായിക അധ്യാപകൻ മാത്യു തൈക്കടവിൽ രൂപകൽപ്പന ചെയ്ത ജിമ്മിന് സ്കൂൾ അധികൃതരും പിന്തുണയേകി. ഫിറ്റ്നസ് റൈഡർ, റോവർ മെഷീൻ, ബ്രിഡ്ജ് ലാഡർ, എക്സർസൈസിംഗ് ബാർ, സീറ്റഡ് ചെസ്റ്റ് പ്രസ്, സീറ്റഡ് ലെഗ് പ്രസ്, അബ്ഡോമൻ ബോർഡ് എന്നിവയാണ് ഓപ്പൺ ജിമ്മിലുള്ളത്. ഉദ്ഘാടന ചടങ്ങിനൊപ്പം സ്കൂളിൽ കുട്ടികളുടെ ഓണാഘോഷ പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പാലാ തൊടുപുഴ റോഡിൽ അന്തിക്കാട് കവലയ്ക്ക് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇടപ്പാടി സ്വദേശികളായ നിഖില, തോമസ് ജോസഫ്, അമലുണ്ണി എന്നിവരെ ചേർപ്പുങ്കൽ മാർ സ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. പാലാ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഓണത്തെ വരവേൽക്കാൻ കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ പൂപ്പാടങ്ങൾ ഒരുങ്ങി. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 4 ഏക്കറോളം സ്ഥലത്ത് 50,000-ഓളം ബന്ദി ചെടികളാണ് പൂവിട്ട് നിൽക്കുന്നത്. ഓണത്തെ വരവേൽക്കാൻ കുറിച്ചിയിലെ ബന്ദിപ്പൂപ്പാടങ്ങൾ ഒരുങ്ങി. പഞ്ചായത്തിലെ JLGകളുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിലായി 4 ഏക്കർ സ്ഥലത്താണ് ബന്ദി കൃഷി തുടങ്ങിയത്. 50,000-ഓളം ബന്ദിച്ചെടികളാണ് 2 മാസം മുൻപ് നട്ടത്. കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കെയ്ക്കോയിൽ നിന്നാണ് തൈകൾ വാങ്ങി ജൂൺ മാസത്തിൽ നട്ടുപിടിപ്പിച്ചത്. പഞ്ചായത്ത് അനുവദിച്ച 2 ലക്ഷം രൂപയാണ് ബന്ദിപ്പൂ കൃഷിക്കായി വിനിയോഗിച്ചത്. 10 സെന്റ് മുതൽ 60 സെന്റ് വരെ സ്ഥലത്ത് കൃഷി ചെയ്തു. JLGകളുടെ ബന്ദിപ്പൂ കൃഷിയുടെ ആദ്യഘട്ട വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ നിർവഹിച്ചു. കൃഷി ഓഫീസർ, അസിസ്റ്റന്റുമാർ, CDS ചെയർപേഴ്സൺ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു. ഓണവിപണി ലക്ഷ്യമാക്കിയാണ് പൂക്കൃഷി തുടങ്ങിയത്. തുടർച്ചയായി മഴ പെയ്യുന്നത് പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയും CDS അംഗങ്ങൾക്കുണ്ട്. ഓണ സീസണിന് ശേഷം കണിവെള്ളരിയും തണ്ണിമത്തനും കൃഷി ചെയ്യുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഇവർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തടിവെട്ട് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. മരങ്ങാട്ടുപള്ളി ആലക്കാപ്പള്ളി ഭാഗത്ത് ഉപ്പാച്ചേരിയിൽ ഫ്രാൻസിസ് കുര്യനാണ് മരിച്ചത്. തടി മുറിക്കുന്നതിനിടയിൽ ഗോവിണി തെന്നിമാറി വൈദ്യുതി ലൈനിൽ വീണാണ് അപകടമുണ്ടായത്. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്. കോട്ടയത്ത് DCCയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയത്ത് പ്രതിഷേധ മാർച്ച് നടത്തി. കോട്ടയം DCCയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. DCC അധ്യക്ഷൻ നാട്ടകം സുരേഷിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. കോട്ടയം നഗരം ചുറ്റി നടന്ന പ്രതിഷേധ മാർച്ച് ഗാന്ധി സ്ക്വയർ മുമ്പിൽ അവസാനിച്ചു. KPCC ഭാരവാഹികളും DCC ഭാരവാഹികളും ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എൻവയോൺമെന്റ് അടക്കം നിരവധി പേർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
പാല അളനാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഇൻട്രോവേറ്റ് ക്ലാസ് റൂം ആരംഭിച്ചു. HDFC ബാങ്ക് CRC ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ക്ലാസ് റൂം. അളനാട് GUPSൽ HDFC ബാങ്ക് CRS ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ററാക്റ്റീവ് ക്ലാസ് റൂമിന്റെ കൈമാറ്റം നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ ലാളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആനന്ദ് മാത്യു ചെറുവള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഭരണങ്ങാനം പഞ്ചായത്ത് മെമ്പർ വിനോദ് ചെറിയാൻ വാരനാനി അധ്യക്ഷത വഹിച്ചു. SDFC ക്ലസ്റ്റർ ഹെഡ് ഷാജു ജോബ് ക്ലാസ് റൂം കൈമാറി. സ്കൂൾ HM N ബിന്ദു, HDFC ഭരണങ്ങാനം ബ്രാഞ്ച് മാനേജർ രഞ്ജിത്ത് ആർ നായർ, ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽസമ്മ ജോർജ് കുട്ടി, അധ്യാപകരായ ജൂലിറ്റ് PB, ജെറിൻ കുരുവിള, PTA പ്രസിഡന്റ് അശ്വതി മഹേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. 60ാമത് കേരള സംസ്ഥാന സീനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാല KM മാണി സ്മാരക ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തുടക്കം. രാവിലെ നടന്ന ഇടുക്കി-കാസർഗോഡ് മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടിൽ ഇടുക്കി ജേതാക്കളായി. എറണാകുളം-കോഴിക്കോട് മത്സരത്തിൽ 2-1 കോഴിക്കോട് വിജയിച്ചു. പാല ഗ്രീൻഫീൽഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ 60ാം സംസ്ഥാന സീനിയർ അന്തർജില്ലാ സീനിയർ ചാമ്പ്യൻഷിപ്പിന് തുടക്കം. ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ സ്റ്റീഫൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഷാജു വി തുരുത്തൻ അധ്യക്ഷനായിരുന്നു. DFA ജില്ലാ പ്രസിഡന്റ് അറക്കൽ കമറുദ്ദീൻ, കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിൽ കോഴിക്കോടും എറണാകുളവും ഏറ്റുമുട്ടി. ഈ ടൂർണമെന്റിൽ നിന്നാണ് സംസ്ഥാന സന്തോഷ് ട്രോഫി ടീമിനെ തെരഞ്ഞെടുക്കുന്നത്. KT ചാക്കോ മുഖ്യ സെലക്ടറാണ്. 14 ജില്ലാ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ രാവിലെ 7-നും വൈകിട്ട് 4-നും മത്സരങ്ങൾ ഉണ്ടാവും. ആദ്യ മത്സരത്തിൽ കാസർഗോഡ് ജില്ലയെ പരാജയപ്പെടുത്തി ഇടുക്കി ജില്ല ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. രണ്ടാം മത്സരത്തിൽ എറണാകുളം ജില്ലയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കോഴിക്കോട് ജില്ലാ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ബുധനാഴ്ച രാവിലെ 7 മണിക്ക് ഇടുക്കി ജില്ലയും തൃശൂർ ജില്ലയും ഏറ്റുമുട്ടും. 4 മണിക്ക് ആതിഥേയരായ കോട്ടയം ജില്ല ആലപ്പുഴ ജില്ലയെ നേരിടും. ന്യൂസ് ബ്യൂറോ, പാല. കൂരോപ്പട മാടപ്പാട്ട് ചെട്ടിക്കുന്നിൽ രാമചന്ദ്രൻ നായർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊൻകുന്നത്ത് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ടൗണിലെയും ചേപ്പുംപാറയിലെയും 3 പെട്ടിക്കടകളിൽ മിന്നൽ പരിശോധന. 7 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. കടകൾ നീക്കം ചെയ്തു. വന്ദനം സ്കൂൾ തല ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കോട്ടയം ജില്ലയിലും ലഹരി കേസുകൾ വർദ്ധിക്കുന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. കുട്ടികളിലേക്ക് ലഹരി എത്തുന്ന വഴി തിരിച്ചറിയുക വെല്ലുവിളിയെന്ന് ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ 8 നോമ്പ് തിരുനാളിന് വിശ്വാസികളുടെ പ്രവാഹം. 20ാം മാതൃവേദിയുടെ മരിയൻ തീർത്ഥാടനം കാഞ്ഞിരപ്പള്ളിയെ വിശ്വാസ സാഗരമാണ്. അനുഗ്രഹമായി പരിശുദ്ധ അമ്മയുടെ 47 പ്രത്യക്ഷീകരണങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.